രുദ്രാക്ഷത്തിന്റെ വെയിറ്റ് കൂട്ടാതെ സ്വർണം മാത്രം 5 പവനുണ്ട്. സാരമില്ല ഡാഡി, ദൈവം സഹായിച്ച് ഇപ്പൊ ഞങ്ങൾക്ക് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പറയാൻ ഡാഡി, ചേട്ടൻ ഇവിടെ അടുത്തിരിപ്പുണ്ട്. ശരി ഡാഡി. ഡാഡിയായിരുന്നു ചേട്ടൻ സപ്തതിക്ക് സമ്മാനമായി കൊടുത്ത മാല എത്ര പവനുണ്ടെന്ന് ചോദിക്കുകയായിരുന്നു. ചേട്ടനോട് പ്രത്യേകം താങ്ക്സ് പറയണോന്ന്. മമ്മി പറയുന്നു പ്രവീണിനെ പോലൊരു സണ്ണില്ലോയെ കിട്ടിയത് അവരുടെ ഭാഗ്യമാണെന്ന്. ഇവിടെ രാവിലെ മുതൽ മദ്യസേവ തുടങ്ങുന്ന കാര്യവും ഡെയിലി 5 പാക്കറ്റ് സിഗരറ്റ് വലിച്ചു തള്ളുന്ന കാര്യവും അവരറിയുന്നില്ലല്ലോ. ഒരു കാറ് വന്നു നിന്നു. ശബ്ദം കേട്ടിട്ട് ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. അമ്മയായിരിക്കോ? ഹായ് അമ്മു ആന്റി. ഇന്ന് ആകാശം പൊട്ടി വീഴും, ഭൂമി കുലുങ്ങും. അമ്മു നമ്മുടെ വീട്ടിൽ വന്നു. ആകാശം വീഴുന്നതും ഭൂമി കുലുങ്ങുന്നതും ചിലരുടെ മനസ്സിലാണ് ചേട്ടത്തി. നിനക്കേ നിന്റെ 2 ആങ്ങളമാരെയും പരമ പുച്ഛമാണല്ലോ. എന്നെയാണ് ഏറെ പുച്ഛം. കള്ളുകുടിയൻ, സ്നേഹമില്ലാത്തവൻ. വല്യേട്ടൻ ഇങ്ങനെ നുണ കേട്ട് തുള്ളരുത്. ഞാൻ എന്നാ എന്റെ ആങ്ങളമാരെ കുറിച്ച് പുച്ഛത്തിൽ സംസാരിച്ചിട്ടുള്ളത്? പറയണം. ഇതിനൊക്കെ നാളും തീയതിയും കുറിച്ച് വെക്കാൻ പറ്റുമോ? വല്യേട്ടാ, ഭാര്യ കടിച്ചു പറിച്ചെടുത്തതിന്റെ ബാക്കിയായി ലേശം ചെവിയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. ദത്തൻ മുതലാളി നമുക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. നമുക്കെതിരെയല്ല, വൈകുണ്ഠം കൺസ്ട്രക്ഷൻസിനെതിരെ, അതിന്റെ MD ആയ നമ്മുടെ അമ്മയ്ക്കെതിരെ. അതില് എനിക്കും കൊച്ചൂട്ടിനും പങ്കില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അമ്മയുടെ 2 ആൺമക്കളാണല്ലോ, അല്ലേ? കേസിന്റെ കാര്യം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ അമ്മ ആഗ്രഹിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് വല്യേട്ടൻ നമ്മുടെ വീട് വരെ വരണം. എനിക്ക് തീരെ സുഖമില്ല. നല്ല പനിയും ജലദോഷവും. ഡെങ്കിപ്പനിയാണെന്ന് സംശയമുണ്ട്. ഏയ്, ലെവലേശം ചൂടില്ല. പനി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് വിട്ടു. അയ്യോ, പനി ഉണ്ടമ്മോ. ഉള്ളിലോട്ട് വലിഞ്ഞിരിക്ക. രാത്രിയാവുമ്പോ പുറത്തു ചാടും. ഏതായാലും വല്യേട്ടൻ വരണം. ഒന്നുമില്ലെങ്കിലും അമ്മയെ ആശ്വസിപ്പിക്കുകയെങ്കിലും ചെയ്യാലോ. അരുണ പറഞ്ഞത് നേരാ. ഉള്ളിൽ നല്ല വിറയലുണ്ട്. അരുണൊരു കാര്യം ചെയ്. എന്റെ പനി കുറയുന്നില്ലെങ്കിൽ എനിക്ക് പകരം നീ പോയി അമ്മയായിട്ട് സംസാരിക്കേ. ഇവിടുത്തെ കാര്യങ്ങൾ എന്നേക്കാൾ ഭംഗിയായിട്ട് അറിയാവുന്ന നിനക്കല്ലേ? എന്നാ ഞാൻ ഇറങ്ങുന്നു. അയ്യോ, ഊണ് കഴിച്ചിട്ട് പോവാമോ? ഊണ് കഴിക്കാൻ ഇനി അവസരങ്ങൾ ഉണ്ടാവും ചേട്ടത്തെ. പക്ഷേ കേസിന്റെ കാര്യം അങ്ങനല്ലല്ലോ. ഞാൻ പോയിട്ട് വരാം. നിന്റെ ധിക്കാരം കൊണ്ട് മാത്രമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? പെണ്ണ് കാണാൻ ദത്ത മുതലാളിയും കിഷോറിനെ ക്ഷണിച്ചു വരുത്തിയിട്ട് പരസ്യമായി അവരെ അപമാനിച്ചയച്ചില്ലേ? ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആയ ഒരു മനോരോഗിയുടെ ഭാര്യയെ ജീവിക്കുന്നത് കാണാൻ കൊച്ചേട്ടന് ഇഷ്ടമാണോ? അയാളുടെ ആദ്യ ഭാര്യയുടെ സ്ഥിതി എന്തായിരുന്നു ഈ നാട്ടുകാർക്ക് എല്ലാം അറിയാം. എടി, നീ കേൾക്കുന്ന കഥകളിൽ പലതും വ്യാജമാണ്. നിന്റെ വല്യേട്ടൻ മദ്യപാനിയല്ലേ? വന്ന് ഒരു മുഴുക്കുടിയനായി മാറിയിട്ടുണ്ട് അമ്മയുടെ മൂത്തപുത്രൻ, നമ്മുടെ പ്രിയ സഹോദരൻ. ആ ചേട്ടന്റെ കൂടെ അരുണ താമസിക്കുന്നില്ലേ? എനിക്കത് ബുദ്ധിമുട്ടാണ്. നീ കിഷോറിനെ വിവാഹം കഴിച്ചാൽ അവനെ നിന്റെ അടിമയാക്കാൻ കഴിയും, നിനക്ക് മിടുക്കുണ്ടെങ്കിൽ. അക്കാര്യത്തിൽ എന്റെ ചേട്ടത്തിമാർക്കുള്ള മിടുക്ക് എനിക്കില്ല. ഞാൻ അമ്മൂനോട് ഒരു കാര്യം പറഞ്ഞേക്കാം. അരുണ ചേച്ചി എന്നെ ഒരു നികുത്തി കെട്ടരുത്. ഞാൻ അവരെ പോലെ തൻകാരിക്കാരിയൊന്നുമല്ല. എന്റെ വീട്ടുകാരെ അഭിമാനമുള്ളവരാ. എന്റെ ഭർത്താവിന്റെ രക്തം ഊറ്റി കുടിക്കാൻ അവരാരും ഇങ്ങോട്ട് വരുന്നുമില്ല. അമ്മയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അമ്മ പല പ്രാവശ്യം ഫോൺ ചെയ്തിട്ടും കൊച്ചേട്ടനും വല്യേട്ടനും അങ്ങോട്ട് വന്നില്ല. അടുത്ത ഞായറാഴ്ച വൈകിട്ട് നിങ്ങൾ 2 പേരും വന്നേ പറ്റൂ. അമ്മയ്ക്ക് ആ കേസിന്റെ കാര്യം സംസാരിക്കാൻ ഒന്നുമില്ല. നീ കിഷോറിനെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിക്ക്. അടുത്ത ദിവസം ദത്തൻ മുതലാളി കേസ് പിൻവലിക്കും. മറ്റൊരു പോംവഴിയില്ലെന്നാണോ കൊച്ചേട്ടൻ പറയുന്നത്? അമ്മു, ഞാൻ പറയുന്നത് കേക്ക്. ദത്ത മുതലാളിയുടെ മോനെ കല്യാണം കഴിക്ക്.
എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കേ. ആ കിഷോർ മദ്യവും മയക്കുമരുന്നും കഴിച്ച് ചാകാറായിരിക്കുകയല്ലേ. കൂടിയ ഒരു 2-3 കൊല്ലം അവൻ തട്ടിപ്പോവും. കുട്ടിയുള്ളതുകൊണ്ട് അവന്റെ സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടുകയും ചെയ്യും. എന്റെ യമുനേച്ചി, ജീവിതം ഒരു വ്യവസായമാക്കി മാറ്റാൻ എനിക്കൊട്ടും താല്പര്യമില്ല. അതിനുള്ള കഴിവുമില്ല. കൊച്ചേട്ടാ, അമ്മയ്ക്ക് തീരെ വയ്യ. മനസ്സാകെ തകർന്നിരിക്കുക. കൊച്ചേട്ടൻ അവിടെ വരെ വന്നേ പറ്റൂ. സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട, ആശ്വസിപ്പിക്കാലോ. ഞായറാഴ്ചയല്ലേ? ആ നോക്കട്ടെ. ദേ, അമ്മയുടെ അടുത്ത് പോകുന്നൊക്കെ കൊള്ളാം. നോക്കിയും കണ്ട് നിന്നോണം. പ്രാരാബ്ദം ഒന്നെടുത്ത് തലേ വെക്കരുത്. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ് വാങ്ങിയിരിക്കുകയാണവർ. അതായത് ഇനിയിപ്പോ വിൽക്കാൻ തീരുമാനിച്ചാലും ഈ വീട് നമുക്ക് വിൽക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവര് കൊടുത്തിരിക്കുന്ന കേസ് വിധിയായി അവരുടെ തുക ഈടാക്കി ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അല്ല, അമ്മ മൂത്തപുത്രനോട് ഇക്കാര്യം പറഞ്ഞില്ലേ? അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. ഞാൻ ആദ്യം വല്യേട്ടനെയാ കണ്ടത്. അതാണല്ലോ മൊറ. അത് വലിയ കുട്ടനും ഇത് കൊച്ചുകുട്ടനും അല്ലേ. അദ്ദേഹം സുഖമില്ലാന്നും പറഞ്ഞ് ഒഴിഞ്ഞു കളഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ഭാര്യ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ എത്തും. ഇക്കാര്യം നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ യമുനെ അയക്കുമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 4 പെണ്ണുങ്ങൾ ചേർന്ന് ഒരു വനിതാ കമ്മീഷനായനെ. ദേ, നീ വന്നത് എന്നെ പരിഹസിക്കാനോ അതോ സഹായിക്കാനോ? എന്നേക്കാൾ ബുദ്ധിമാനാണ് അമ്മയുടെ വലിയ കൂട്ടൻ, എന്റെ ജ്യേഷ്ഠൻ. അങ്ങേർക്ക് അമ്മയില്ല, പെങ്ങളില്ല, അനുജനില്ല. ആകെയുള്ളത് ഭാര്യ, അവരുടെ വീട്ടുകാർ. ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണത്തിന് എത്ര ലക്ഷമാണ് അങ്ങേര് പൊട്ടിച്ചത്? കഴിഞ്ഞയാഴ്ച അമ്മായിയച്ഛന്റെ സപ്തതിക്ക് സമ്മാനമായി കൊടുത്തത് രുദ്രാക്ഷം കെട്ടിയ 5 പവന്റെ സ്വർണ്ണമാല. ഹോ, എന്റെ പൊന്നമ്മേ, ഞങ്ങൾ ആകെ കഷ്ടത്തിലാ. ഹോ, വീടടങ്കലം പനി. ചിഞ്ചുവിന് സ്കൂളിൽ നിന്ന് കിട്ടിയതാ, അത് എനിക്ക് പകർന്നു. ഇപ്പൊ ചേട്ടനുമായി. ഇന്ന് രാവിലെ നോക്കിയപ്പോ 105 ഡിഗ്രി പനി. 105 ഡിഗ്രി പനിയുള്ള ഭർത്താവിനെ വീട്ടിലാക്കിയിട്ട് ചേട്ടത്തി ഇങ്ങോട്ട് വന്നത് എന്തായാലും കടുപ്പമായിപ്പോയി. അമ്മ നിർബന്ധിച്ചാ വരാതിരിക്കാൻ പറ്റുമോ? കിടുകിടാ വറച്ചോണ്ടാ ചേട്ടൻ എന്നെ ഇങ്ങോട്ട് തള്ളിവിട്ടത്. അല്ല, എന്താ അമ്മേ പ്രശ്നം? കോടതിന്ന് സമൻസ് വല്ലോ വന്നോ? കൊടുക്കാനുള്ള കടവും പലിശയും ചേർത്ത് 2,45 ലക്ഷം കൊടുക്കണമെന്നാ ദത്തം പറയുന്നത്. ഓ മൈ ഗോഡ്, എന്ന് പറഞ്ഞ 2.5 കോടി എങ്ങനെ കൊടുക്കും? ഞങ്ങളുടെ സ്ഥിതി ഞങ്ങൾക്കേ അറിയാവൂ. ഞങ്ങൾ പകടി മേടിച്ചു എന്നും പറഞ്ഞ് കൊച്ചൂട്ടൻ ഇപ്പോഴും ഞങ്ങളോട് ദേഷ്യ. പക്ഷേ ഗത്യന്തരം ഇല്ലാത്തോണ്ടാ ഞങ്ങൾ അത് വാങ്ങിച്ചു പോയത്. അന്ന് ചേട്ടനും ഞാനും എന്ത് വിഷമിച്ചു എന്നറിയോ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഈ കെട്ടിടത്തിന് 2.5 കോടി കിട്ടുമെന്ന്? കൊണ്ടു പോട്ടേന്ന് വെക്കണം. എനിക്ക് വിരോധമില്ല. പക്ഷെ എന്നിട്ട് പ്രായമായ ഈ പെങ്കൊച്ചിനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോവും? അതുകൂടി പറഞ്ഞതാ. എന്ന് ചോദിച്ചാ പോകാൻ ഇടമില്ലാതായിട്ടൊന്നും അല്ലല്ലോ. അമ്മ കൊച്ചുകുട്ടിയൊന്നും അല്ല, MA വരെ പഠിച്ചതുമാണ്. ബിസിനസ് തന്നെ വേണമെന്നില്ല, വല്ല ജോലിക്കും പൊയ്ക്കൂടെ? വീട് നഷ്ടപ്പെട്ടാൽ അമ്മയ്ക്കും അമ്മൂനും എന്റെ കൂടെ താമസിക്കാം. പക്ഷെ അമ്മു അവളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റേണ്ടി വരും. എനിക്കങ്ങനെ പ്രത്യേകമായൊരു സ്റ്റൈലുണ്ടോ കൊച്ചേട്ടാ? ഭാഗം വെച്ചു പിരിയുന്നത് വരെ കൊച്ചേട്ടനും വല്യേട്ടനും ഞാൻ നിങ്ങളുടെ രാജകുമാരിയാണെന്നല്ലേ പറഞ്ഞിരുന്നത്? എന്റെ ജീവിതത്തിന് പ്രത്യേകമായൊരു സ്റ്റൈലുണ്ടെങ്കിൽ അതെന്റെ അച്ഛനും ചേട്ടന്മാരും കൂടി ഉണ്ടാക്കി തന്നതാണ്. എന്തു തന്നെ ആയാലും പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് അറിവും പക്വതയും ഉണ്ടാവണം. ചേട്ടത്ത് പിന്നെ വലിയ പക്വതയുള്ള ആളാണല്ലോ. ഇതാണ് ഇവളുടെ പ്രശ്നം. ആട്ടെ, എന്താ വേണ്ടെന്നാ അമ്മ മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്നത്? അപ്പൊ നിന്റെ മനസ്സിലൊന്നുമില്ലേ? ഞാനിപ്പോ ഇതിലെന്ത് പറയാനാ? 2.5 കോടി മൊത്തമായി കൊടുത്ത് ഈ വീടും കൺസ്ട്രക്ഷൻ കമ്പനിയും ബാധ്യത തീർത്ത് ദത്തനിൽ നിന്ന് തിരിച്ചെടുക്കാൻ എനിക്ക് കഴിവുണ്ടോ? ഈ പറഞ്ഞ ബാധ്യത ഞാൻ ഉണ്ടാക്കിയതാണോ? അതിൽ നിന്ന് ഒരു പൈസയെങ്കിലും ഞാൻ പറ്റിയതാണോ? അല്ലല്ലോ. അത് ശരിയാ. പക്ഷേ ബാധ്യതയില്ലാതെ അച്ഛൻ 2 മക്കൾക്ക് തന്ന സ്വത്തിന്റെ ബാധ്യത കൂടിയാണിത്. അത് നിങ്ങൾക്ക് 2 പേർക്കും നല്ലതുപോലെ അറിയാം. ആ, സമയം പോന്നു. ഇന്ന് യമുനയുടെ ക്ലബിന്റെ വാർഷികമാ. ഞാനാ ചീഫ് ഗസ്റ്റ്. നീ പൊയ്ക്കോ. എനിക്ക് 1 മിനിറ്റ് കൂടി മതി. അമ്മ എന്ത് ചെയ്യണമെന്ന് നീ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോ. തുറന്നു പറയുന്നതുകൊണ്ട് അമ്മയ്ക്ക് ദേഷ്യം തോന്നരുത്.
ഇപ്പോ ഇതിന് മാത്രമായിട്ട് എന്തിനാ മക്കളുടെ അഭിപ്രായം അന്വേഷിക്കുന്നത്? ഇതുവരെ എല്ലാ കാര്യവും തീരുമാനിച്ചത് അമ്മയും മോളും പിന്നെ അമ്മയുടെ വളർത്തുപുത്രൻ വിഷ്ണുവും ചേർന്നല്ലേ? വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ആ വിഷ്ണു ബിസിനസ്സിൽ ഇടപെട്ടതുകൊണ്ടാ അമ്മയ്ക്ക് ഇത്രയും നഷ്ടം വന്നതെന്നാ ചേട്ടൻ പറയുന്നത്. എന്റെ ഭർത്താവ് പറയുന്നതിലും കാര്യമില്ലേ? മൂത്ത മകനുമായി ആലോചിച്ചിട്ടാണോ അമ്മ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്? ഇതിപ്പോ ഓരോരുത്തര് തോന്നിയ പോലെ ചെയ്തിട്ട് അവസാനം അതിന്റെ ഉത്തരം ഞങ്ങൾ പറയണമെന്ന് വെച്ചാൽ? ഒന്നാമത് ഞാനിപ്പോ വലിയ ടൈറ്റ്. അമ്മയ്ക്കറിയാലോ, കൂടപ്പിറപ്പെന്ന വിചാരമില്ലാത്ത ആളാ എന്റെ ചേട്ടൻ. എന്റെ ഭാര്യ വലിയ സ്വത്തുകാരിയൊന്നുമല്ല. എന്റെ ഇത് ചിട്ടിക്കമ്പനിയാ. ഞാണിന്മേൽ കളി പോലെയാ അത്. കാല് തെറ്റിയാലേ ധിം. പിന്നെ ഞാൻ എന്തോന്ന് എടുത്തിട്ട് ചെയ്യാനാ? ഈ കേസിന്റെ പുറകെ നടക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. എന്റെ കഞ്ഞുകൂടി മുട്ടും. കുറഞ്ഞ പക്ഷം ഈ കേസിന്റെ കാര്യത്തിൽ ദത്തനെ ചെന്ന് കണ്ട് സംസാരിക്കാനെങ്കിലും നിനക്ക് പറ്റുമോ? എനിക്ക് പോയി അങ്ങേരുടെ കാലു പിടിക്കാൻ. പണ്ട് എന്റെ അച്ഛന്റെ ADC ആയി നടന്ന പാർട്ടിയാ പുത്തൻ മടിശീലക്കാരൻ. മടിശീല പുത്തനായാലും പഴയതായാലും അതിൽ കിടക്കുന്നത് കാശല്ലേ കൊച്ചൂട്ടാ? ചത്ത കൊച്ചിന്റെ ജാതകം നോക്കുന്ന എന്തിനാണമ്മേ? അയാളോട് കേസ് നടത്തി നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. ഇറങ്ങിപ്പോടാ സ്നേഹമില്ലാത്തവനെ. ഞാൻ ചത്ത എനിക്ക് വായ്ക്കരിയിടാൻ ഈ പടി കയറിപ്പോരുത്. ഈ പടി അന്ന് ഉണ്ടാവില്ലല്ലോ അമ്മേ. നീയും പൊയ്ക്കോ. ഭാര്യയുടെയും ഭർത്താവിന്റെ ഒത്തുകളി എനിക്കറിയില്ലെന്നാണോ നിന്റെ വിചാരം? എന്റെ വയറ്റിൽ ആദ്യം പിറന്നത് 2 ആൺപിള്ളേരായിരുന്നെന്ന എന്റെ ധാരണ. അതുകൊണ്ടാ 2 പേർക്കും ആണുങ്ങളുടെ പേരിട്ടത്. ഇപ്പോഴാ മനസ്സിലായത് നിങ്ങൾ 2 ആണും പെണ്ണും കെട്ടതാണെന്ന്. അയ്യേ, ഛേ. അമ്മ വെറുതെ പ്രഷർ കൂട്ടണ്ട. എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു മോളെ. അമ്മയുടെ വയറ്റിൽ തന്നെയല്ലേ ഞാനും ജനിച്ചത്. ആണുങ്ങൾ വിചാരിച്ചാലേ എന്തും നടക്കുമെന്ന് അമ്മ കരുതുന്നുണ്ടോ? ആണോ പെണ്ണോ എന്നതല്ല പ്രശ്നം, മനസാക്ഷിയും ധൈര്യവും ഉണ്ടോ എന്നതാണ്. അത് രണ്ടും എനിക്കുണ്ട്. നമുക്കൊരു വഴി കണ്ടുപിടിക്കാം. ഉറങ്ങിയില്ലേ ഇതുവരെ? മണി 3 ആവുന്നു. ഉറക്കം വരുന്നില്ലമ്മോ. വെറുതെ ആലോചിച്ച് പ്രശ്നങ്ങൾ വഷളാക്കുക. അമ്മ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്താ നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്? ചില കാര്യങ്ങളൊക്കെ അതാതിന്റെ വഴിക്ക് വിടുന്നതാ നല്ലത്. നിനക്കറിഞ്ഞൂടാ നാളത്തെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് ഭ്രാന്തിളകുന്നു. 3rd ഇൻസ്റ്റാൾമെന്റ് കാശ് തരേണ്ട ദിവസം. അവര് പറഞ്ഞ ജോലിയൊന്നും തീർന്നിട്ടില്ല. 10 ദിവസമായി വിഷ്ണു ആശുപത്രിയിലായിട്ട്. 10 ദിവസമായി നമ്മുടെ സൈറ്റിലെ പണി മുടങ്ങിയിട്ടും. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ലമ്മോ. കിടക്കുമ്പോ ഇരിക്കണമെന്ന് തോന്നും, ഇരിക്കുമ്പോ നടക്കണമെന്നും. അമ്മയ്ക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. കിടന്നുറങ്ങമ്മേ. നാളെ രാവിലെ നമുക്ക് ശാന്തമായിട്ട് ആലോചിക്കാം. എത്ര ശ്രമിച്ചാലും ഈ ആഴ്ച പണി തീരില്ല. ഒന്നും ആയിട്ടില്ല.
സെക്കൻഡ് ഫേസ് ഇപ്പോഴും അങ്ങനെ കിടക്കുക. 100-200 പണിക്കാര് 10-20 ദിവസം ആഞ്ഞു പിടിച്ചാലേ പണി നടക്കൂ. അതിന് പക്ഷെ പണിക്കാരെവിടെ? ആരും വരുന്നില്ല. യൂണിയൻകാര് നമ്മുടെ സൈറ്റിൽ കൊടി നാട്ടിയിരിക്കുക. അതൊക്കെ ആ ദത്ത മുതലാളിയുടെ പണിയാ. അമ്മ കിടക്ക്, അല്ലെങ്കിൽ അമ്മ വീണു പോവും. മുഖത്ത് ഇപ്പൊ തന്നെ നല്ല ക്ഷീണമുണ്ട്. വീഴട്ടെ, എവിടെയെങ്കിലും വീണ് ഉറങ്ങട്ടെ. അല്ലാതെ എനിക്ക് പറ്റുന്നില്ല അമ്മോ. കണ്ണടയ്ക്കുമ്പോ രവിച്ചേട്ടന്റെ മുഖം എന്തൊക്കെ സ്വപ്നമായിരുന്നു. അച്ഛനൊരു സ്വപ്നജീവിയായിരുന്നു. പക്ഷെ ജീവിതം സ്വപ്നം മാത്രമല്ലല്ലോ അമ്മേ. വലിയ പ്ലാനിങ് ആയിരുന്നു രവിച്ചേട്ടന്. നിന്നെക്കുറിച്ച്, വലിയ കുട്ടനെക്കുറിച്ച്, കൊച്ചുകുട്ടനെക്കുറിച്ച്, എന്തിന് വിഷ്ണുവിനെക്കുറിച്ച് പോലും. അച്ഛൻ നാളെയിലാണ് ജീവിച്ചത്. അതാണ് അച്ഛന് തെറ്റുപറ്റിയത്. നാളേക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഇന്നത്തെ കാര്യം മറന്നു പോകരുതായിരുന്നു. നീ ഇന്നിനെക്കുറിച്ച് പോലും ഓർക്കുന്നില്ലല്ലോ മോളെ. ഞാനില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വിഷ്ണു കിടപ്പായി. ഇന്ന് ഞാൻ മരിച്ചാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സ്ഥിതി എന്താവും? എനിക്കറിഞ്ഞൂടാ. ചിലപ്പോ ഞാൻ വിചാരിക്കും, ഞാനില്ലെങ്കിൽ നീ നന്നാകുമായിരിക്കും. അല്ലെങ്കിൽ വലിയ കുട്ടനോ കൊച്ചുകുട്ടനോ നിന്നെ നോക്കിക്കൊള്ളുമായിരിക്കും. ഞാനില്ലെങ്കിൽ അമ്മയുണ്ടല്ലോ, അമ്മ ഉണ്ടാവുകയും ചെയ്യും. പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ്. ആങ്ങളമാരും നാത്തുമാരും